സിനിമ എന്നത് പലപ്പോഴും ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലേ? ആരുടെ സ്വകാര്യതയിലേക്കും ആരുടെ വിശ്വാസത്തിലേക്കും ആരുടെ പ്രത്യയ ശാസ്ത്രത്തിലേക്കും ഏറ്റവും എളുപ്പമായി കടന്നു കയറാവുന്ന ഒരു വഴിയായിട്ടാണ് ഇന്ന് പലരും ഈ സിനിമയെ കാണുന്നത്, സിനിമ വ്യവസായത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും അർഹിക്കുന്ന സ്വാതന്ത്ര്യവും പലരും അർഹിക്കുന്ന വിലയും മാനവും മൂല്യവും പലരുടെയും ജീവിതത്തിനും വിശ്വാസത്തിനും ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെയേറെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്, സത്യമാണ്. പക്ഷേ അതൊരിക്കലും മറ്റൊരു വ്യക്തിയുടെ ചിന്തയെയോ മറ്റൊരു വ്യക്തിയുടെ വിശ്വാസത്തെയോ അവരുടെ ജീവിതത്തെയോ വ്രണപ്പെടുത്തിക്കൊണ്ട് മുറിപ്പെടുത്തിക്കൊണ്ട് ആകരുത് എന്നുള്ളൊരു പക്ഷമുള്ള വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ശാസ്ത്രമോ അല്ലെങ്കിൽ പ്രത്യേക മത വിഭാഗത്തെയോ ഒന്നുമല്ല. എല്ലായിടത്തും ഇന്ന് ഈ പറയുന്ന ഈ ഒരു മൂല്യച്യുതി പലപ്പോഴും ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന കപടനാമത്തിൽ കയറിക്കൂടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ ക്രൈസ്തവരുടെ 7 കൂദാശകളിൽ ഏറ്റവും അധികം അവഹേളിക്കപ്പെടുന്ന 2 കൂദാശകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും. അതിൽ തന്നെ ഈ സിനിമാ മേഖലയിൽ പലപ്പോഴും അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എടുത്തെടുത്ത് അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പലപ്പോഴും അത്തരം ചിത്രീകരണങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു സെക്ഷൽ ടോക്കുകളെല്ലാം ഈ കുമ്പസാരം എന്ന കൂദാശയിൽ നടക്കുന്ന രീതിയിൽ, കാരണം ഏറ്റവും പരിപാവനമായി ചെയ്യപ്പെടുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം, രഹസ്യാത്മകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കത്തോലിക്ക സഭ ഈ രഹസ്യം പുറത്തു പറഞ്ഞാൽ ആ പുരോഹിതനെ ആ മൊമെൻറ്റിൽ തന്നെ മറ്റു യാതൊരു കാര്യകാരണ സഹിതം അന്വേഷിക്കുന്ന യാതൊരു കാര്യമില്ല, ആ മൊമെൻറ്റിൽ തന്നെ സഭയിൽ നിന്ന് അല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷാ നടപടിയും ഈ കുമ്പസാരം എന്ന കൂദാശയിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അത്രയേറെ ഗൗരവത്തോടു കൂടി സഭ കാണുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഒരു 4 കുർബാന വേണം, 4 മണിക്കൂർ 5 മണിക്കൂർ നമുക്ക് കുർബാന ചൊല്ലുന്നതിൽ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. പക്ഷേ കുമ്പസാരം എന്ന കൂദാശ നമ്മൾ പരികർമ്മം ചെയ്യുമ്പോൾ അത്രയേറെ ക്ഷമയും അത്രയേറെ സഹനവും നമ്മൾ അനുഭവിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കാരണം നമ്മുടെ ചെവികളിലേക്ക് വന്ന് പതിക്കുന്നത് നെഗറ്റീവാണ്. അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് ആ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു ഉണർവോടുകൂടി ഈ ജനത്തിനെ ഉപദേശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് നല്ല രീതിയിൽ നല്ല കുമ്പസാരം നടത്തുന്ന ഒരു വ്യക്തിക്കും നല്ല രീതിയിൽ കുമ്പസാരിപ്പിക്കുന്ന ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, കള്ളക്കുമ്പസാരം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അവഹേളനത്തിന് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ആത്മീയമായിട്ടുള്ള അനുഭവം അവർക്കുണ്ടാകുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ നല്ല രീതിയിൽ ഒരുങ്ങി കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അയാൾ ആ കുമ്പസാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുമ്പസാരം കഴിഞ്ഞ് മാറുന്ന നിമിഷം തന്നെ ആ മുഖത്ത് അയാളുടെ സന്തോഷം കാണാൻ പറ്റും, ആ ഒരു നിറവ് കാണാൻ പറ്റും, അയാളുടെ ഉള്ളിലുള്ള ആത്മീയമായിട്ടുള്ള നിറവ്. അത് ഒരുപക്ഷെ എത്ര പേർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. ഒത്തിരി പേർക്ക് ആത്മീയമായിട്ടുള്ള ഈ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്തിടയ്ക്ക് ഒരു സിനിമ ഞാൻ കണ്ടു, മരണമാസം എന്ന സിനിമ. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കണ്ട സിനിമയാണ് മരണമാസം. ഇതിനകത്തും ഇതുപോലെ തന്നെ ഈ കുമ്പസാരത്തെ അവഹേളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില പ്രവണതകൾ? അതൊരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു കയറുന്നതല്ലേ? സത്യം പറഞ്ഞാൽ ഈ ആത്മീയമായിട്ടുള്ള ഞാനൊരു കുമ്പസാരക്കാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികതയോടുകൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഒരു കുമ്പസാരക്കൂടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് ഒരു ആശ്വാസമായി തീരുന്ന ഒരിടമാണ് ഒരു കുമ്പസാരക്കൂട്. അവരുടെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, സത്യം പറഞ്ഞാൽ കുമ്പസാരക്കൂട്ടിൽ വേദനകളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടിയല്ല കുമ്പസാരക്കൂട്ടിലേക്ക് വരുന്നത്. നമുക്ക് വന്നു പോയിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും ബലഹീനതകളുമാണ് നമ്മളോട് ഏറ്റു പറയുക. പക്ഷേ അവരവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, അവർക്ക് വേറെ ആരും ഇല്ല പങ്കുവയ്ക്കാനായിട്ട്. കുടുംബത്തിൽ ഇപ്പം മാതാപിതാക്കൾ ഉണ്ടാവില്ല, ഭർത്താവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവില്ല, ചിലപ്പോൾ മക്കൾ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആരോട് ഇവരിത് പങ്കുവയ്ക്കും എന്നുള്ളൊരു വിഷമത്തിൽ നിന്നിട്ടാണ് അവരിത് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുമ്പസാരം എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ ഒരു സമാധാനം അവരുടെ ഉള്ളിൽ തോന്നുന്നു എനിക്ക് തോന്നാറുണ്ട്. ഒരു പരിധിവരേക്ക് കുറച്ചു പേരെങ്കിലും സമൂഹത്തിൻ്റെ തിന്മകളിലേക്ക് പോകാതെയും ആത്മഹത്യ എന്ന വലിയൊരു തിന്മയിലേക്ക് വീഴാതെയും ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കുറഞ്ഞത് ഇവർക്ക് ഈ കുമ്പസാരക്കൂട്ടിലെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവഹേളിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ അവഹേളിക്കുമ്പോഴും ഈ കുമ്പസാരക്കൂടിന് അതിൻ്റേതായിട്ടുള്ള വലിയൊരു മഹത്വമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളാരും അറിഞ്ഞുകൊണ്ട് തിരസ്കരിക്കരുത്. ഒരു പക്ഷേ ഈ സിനിമാ മേഖലയിലുള്ളവർ ഇത് അറിഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, ഇത് അറിഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും. കാരണം ആത്മീയമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ കുമ്പസാരത്തിനാണ് എന്നവർ ഈ കൂദാശകൾ സ്വീകരിക്കുന്നവർക്ക് അത് ഒത്തിരിയേറെ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഒത്തിരി വേദന ഉണ്ടാക്കുന്നുണ്ട്.
ഒത്തിരി വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതാരുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ല. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു സിനിമ ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതായതാണ്, നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയ ഉണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്തിരി റെസ്പെക്റ്റും അത്രയും ആവശ്യമുള്ളൂ. ലോകം നന്നായിക്കോളും.